ഹലോ വെൽക്കം ടു ഓൾ അവർ യൂട്യൂബ് വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ISROയുടെ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ ഹൈദരാബാദിലേക്ക് കുറച്ച് വേക്കൻസി വിളിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ RMT 4/2025, ഡേറ്റ് 10/11/2025. അതിൽ പോസ്റ്റ് കോഡ് 27ഉം 28ഉം ഡിപ്ലോമ പോസ്റ്റാണ്. അത് ഒന്നാമത്തത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സിവിൽ, ഒരു വേക്കൻസിയാണുള്ളത്. ST കാറ്റഗറിയാണ്. ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഓട്ടോമൊബൈൽ, പോസ്റ്റ് കോഡ് 28ആണ്. അതും ഒരു വേക്കൻസിയാണുള്ളത്. അത് അൺറിസർവ്ഡ് കാറ്റഗറിയാണ്. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ വരുന്ന 3 പോസ്റ്റുകളെന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ പോസ്റ്റുകളാണ്. ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ ITA പാസ്സായിട്ടുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാതെ ടെക്നീഷ്യൻ B ഇലക്ട്രോണിക് മെക്കാനിക് ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. അതിൻ്റെ പോസ്റ്റ് കോഡ് 29ആണ്. 5 വേക്കൻസിയാണുള്ളത്. 2 വേക്കൻസി അൺറിസർവ്ഡും 2 വേക്കൻസി OBCയും 1 വേക്കൻസി ST കാറ്റഗറിയിലേക്കുമാണ്. പിന്നെ വരുന്നത് ടെക്നീഷ്യൻ B ഇൻഫർമേഷൻ ടെക്നോളജി, പോസ്റ്റ് കോഡ് 30ആണ്. 4 വേക്കൻസിയാണുള്ളത്. 1 വേക്കൻസി അൺറിസർവ്ഡ് ആണ്. 2 വേക്കൻസി OBC ആണ്. പിന്നെ വരുന്ന 1 വേക്കൻസി EWS കാറ്റഗറിയിലേക്കാണ്. അത് ടെക്നീഷ്യൻ ITA പാസ്സായവർക്ക് ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ ഉള്ളത് ടെക്നീഷ്യൻ B ഇലക്ട്രിക്കൽ, അത് പോസ്റ്റ് കോഡ് 31, 1 വേക്കൻസിയാണുള്ളത്. അത് അൺറിസർവ്ഡ് കാറ്റഗറിയാണ്. ടെക്നീഷ്യൻ B ഇലക്ട്രിക്കൽ പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഡ്രാഫ്റ്റ്സ്മാൻ B സിവിൽ എഞ്ചിനീയറിംഗ്, ഡ്രാഫ്റ്റ്സ്മാൻ B സിവിൽ, അത് പോസ്റ്റ് കോഡ് 32, 1 വേക്കൻസിയാണുള്ളത്. അൺറിസർവ്ഡ് കാറ്റഗറിയാണ്. പിന്നെ ഈ പോസ്റ്റുകൾക്ക് എല്ലാത്തിനും ഏജ് റിലാക്സേഷൻ ഡിഫറൻറ്റ് UR അല്ലാതെ OBCയോ SC STയോ ഉള്ളതിൽ ഏജ് റിലാക്സേഷൻ ഉണ്ട്. നോർമലി ഉള്ളതുപോലെ തന്നെയാണ്. OBCക്ക് 3 വർഷവും SC STക്ക് 5 വർഷവുമാണ് ഏജ് റിലാക്സേഷൻ കിട്ടുന്നത്. ഏജ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 30/11/2025 അതുവരെ ജനിച്ചവർക്ക് ആ ഏജ് റിലാക്സേഷൻ അതിനനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ ഓരോ പോസ്റ്റുകളുടെയും സാലറി മറ്റ് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ അത് ഞാൻ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നതാണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു ഫീസ് ഉണ്ട്. അതായത് ഡിപ്ലോമ പോസ്റ്റുകൾക്ക് 750 രൂപയും ടെക്നീഷ്യൻ പോസ്റ്റുകൾക്ക് 500 രൂപയുമാണ് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടത്. ഇത് നമ്മൾ നോട്ടിഫിക്കേഷൻ പോസ്റ്റ് കോഡ് അനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ഫീസും കൂടി അടയ്ക്കണം. അപ്പോൾ മാത്രമേ ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടും സബ്മിറ്റ് ആകത്തുള്ളൂ. അതിൽ 750 രൂപ നമ്മൾ ഡിപ്ലോമ പോസ്റ്റിൽ അയക്കുന്ന സമയത്ത് നമുക്കൊരു തിരിച്ച് റീഫണ്ട് ചെയ്യേണ്ട അക്കൗണ്ട് നമ്പറും മറ്റ് ഡീറ്റെയിൽസും അവർ ചോദിക്കുക. അത് നമ്മൾ കൊടുക്കണം. എക്സാം നമ്മൾ എഴുതുകയാണെങ്കിൽ, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്കത് റീഫണ്ട് കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. പിന്നെ ഈ SC ST കാറ്റഗറി, PWBD എക്സ് സർവീസ്മെൻ, ഇത്രയും കാറ്റഗറി വുമൺ, അതുപോലെ ഇത്രയും കാറ്റഗറി ഉള്ളവർക്ക് 750 രൂപ നമ്മൾ അടയ്ക്കുന്നത് തിരിച്ച് റീഫണ്ട് കിട്ടും. ബാക്കിയുള്ളവർക്ക് 500 രൂപ മാത്രമേ റീഫണ്ട് കിട്ടുള്ളൂ ഡിപ്ലോമ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ. ടെക്നീഷ്യൻ പോസ്റ്റ് നമ്മൾ 500 രൂപ അടച്ചാൽ ഇത്രയും കാറ്റഗറിയിലുള്ളവർക്ക് 500 രൂപയും തിരികെ കിട്ടും. അല്ലാത്തവർക്ക് 400 രൂപയായിരിക്കും റീഫണ്ട് ചെയ്ത് കിട്ടുന്നത്. എക്സാം നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്തിട്ട് എക്സാം എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ഈ പൈസ റീഫണ്ട് കിട്ടത്തില്ല. ഈ എക്സാമിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് 11 10/11 മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. എക്സാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നവംബർ 30. നവംബർ 10 മുതൽ നവംബർ 30 വരെ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓൺലൈനിലെ ലിങ്ക് ഉണ്ട്, അതുവഴി നമ്മുടെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുക. പിന്നെ കൂടാതെ നമ്മൾ ഏതെങ്കിലും കാറ്റഗറി SC STയോ OBCയോ അല്ലെങ്കിൽ അൺറിസർവ്ഡ് അങ്ങനെ റിസർവേഷൻ നമുക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ റിസർവേഷൻ അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അതിൽ പറയുന്ന ഡോക്യുമെൻറ്റ്സുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ട അഡീഷണൽ ഡോക്യുമെൻ്റ് വരുന്നത് നമ്മുടെ ഏജ് പ്രൂഫിന് വേണ്ടി നമ്മുടെ SSLC
സർട്ടിഫിക്കറ്റിൻ്റെ PDF ഫോർമാറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ടെക്നീഷ്യനോ അല്ലെങ്കിൽ ഡിപ്ലോമയോ പോസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ അതാത് സെക്ഷൻ്റെ നമ്മുടെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റും അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സ് നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. പിന്നെ ഫീസ് ഓരോന്നിൻ്റെയും ഓരോ ഫയൽ സൈസും അതിൻ്റെ ഡയമെൻഷനും നമ്മുടെ ആ ഫോമിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ പിന്നെ എക്സാം നമുക്ക് രണ്ട് രീതിയിലാണ് എക്സാം വരുന്നത്. ടെക്നീഷ്യൻ പോസ്റ്റുകൾ അല്ലെങ്കിൽ ഡിപ്ലോമ പോസ്റ്റുകൾക്ക് 2 ടൈപ്പ് എക്സാംസാണ് വരുന്നത്. ഒന്ന് റിട്ടൺ ടെസ്റ്റാണ്, പിന്നെ രണ്ടാമത് വരുന്നത് സ്കിൽ ടെസ്റ്റാണ്. ആദ്യം നടക്കുന്നത് റിട്ടൺ ടെസ്റ്റാണ്. റിട്ടൺ ടെസ്റ്റ് നമ്മൾ ആദ്യം നമ്മൾ റിട്ടൺ ടെസ്റ്റ് അപ്പിയർ ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്യും. അതിൽ നമ്മൾ പാസ്സായി അവർ പറയുന്ന റേഞ്ചിനകത്ത് നമുക്ക് മാർക്കുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സ്കിൽ ടെസ്റ്റിന് നമുക്ക് കൺഫേം കോളും ഉണ്ടാകും. അതിനനുസരിച്ച് നമ്മൾ രണ്ടാമത് സ്കിൽ ടെസ്റ്റും എഴുതണം. അത് സ്കിൽ ടെസ്റ്റിനും നമ്മൾ പാസ്സായി ആ പറയുന്ന വേക്കൻസിക്കകത്തുണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത പ്രോസസ്സിലേക്ക് പോകും. അപ്പോൾ റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റ് രണ്ടും പാസ്സാവണം. അതുപോലെ തന്നെ നമുക്ക് ഈ വരുന്ന എക്സാമിൻ്റെ ഈ ISRO ഇപ്പം നമ്മൾ വിളിച്ചിട്ടുള്ള ഈ പോസ്റ്റുകൾക്ക് ഓൺലൈനായിട്ടാണ്, ഓൺലൈൻ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമാണ് നടത്തുന്നത്. അത് 80 ക്വസ്റ്റ്യൻ 1.5 മണിക്കൂറായിരിക്കും എക്സാം വരുന്നത്. നെഗറ്റീവ് മാർക്കുണ്ട്, 3 ക്വസ്റ്റ്യന് 1 നെഗറ്റീവ്, അങ്ങനെയാണ് വരുന്നത്. +1 ഒരു ശരിയായ ആൻസറിന് 1 മാർക്കും ഒരെണ്ണം തെറ്റിപ്പോവുകയാണെങ്കിൽ 0.33 മാർക്ക് കുറയുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈ എക്സാമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും. ഞാൻ ഈ ഏത് ലിങ്ക് വഴിയാണ് നിങ്ങൾക്ക് ഓൺലൈൻ എക്സാം അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ലിങ്ക് ഞാൻ ഇതിലേക്ക് കൊടുത്തേക്കാം. താങ്ക് യു.